Thank you, Jesus. ദൈവം യോജിപ്പിച്ചു നമ്മെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു. ദാനമാം മക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം. വിശുദ്ധ വീതി സ്വർഗ്ഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഇന്ന് ഒട്ടുമിക്ക പേരൻസും പ്രത്യേകിച്ച് യങ് കപ്പിൾസിന് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് കോൾസുകൾ ഏഞ്ചൽസ് ആർമിക്ക് ഇന്ന് വരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്, ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച്. നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നമ്മുടെ ഹെൽത്ത് വൈസ് ഉണ്ട്, കൊച്ചിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ അറിയുമ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ദൈവഹിതം, ഇതിന് ഒക്കെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടാണ്. ദൈവം അറിയാതെ എനിക്കും എൻ്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചർച്ചാ വിഷയം. ഈ ഒരു ടോപ്പിക്കിൽ ശരിക്കും പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ തിയറിറ്റിക്കലി മാത്രം പറയാൻ പറ്റുന്നതാണ് എന്നുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അതിനെപ്പറ്റി സംസാരിക്കാനായി നമ്മൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾക്കാരാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവർ തന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്. ചേട്ടാ ഒന്ന്. ഞാൻ ഡോക്ടർ പോൾ ഹെൻറി, ഇതെൻ്റെ വൈഫ് പ്രിയ പോൾ, ഇതെൻ്റെ ഡോട്ടർ ആൻഡ്രിയ. ഓക്കെ. എനിക്ക് ഒരാളും കൂടെ ഉണ്ട്, സൺ അലൻ ടോണി. മൂത്തയാളാണോ? മൂത്തയാളാണ്. ഓക്കെ. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി, വെൽക്കം ടു ദ ഷോ. ശരിക്കും ഇത് ഭയങ്കര ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ. എങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? അല്ലെങ്കിൽ ചേച്ചിക്കാണോ ചേട്ടൻ എന്താണ് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനുള്ളത്? ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഞങ്ങളുടെ രണ്ടാമത്തെ പ്രഗ്നൻസി, അതായത് എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡിൽ ജർമ്മൻ മീസിൽസ് ഉണ്ടായി. ശാസ്ത്രപരമായിട്ട് ജർമ്മൻ മീസിൽസ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടിക്ക് ഭയങ്കര റിസ്ക്കാണ്. ജനിക്കുന്ന കുട്ടി മാനസിക വൈകല്യം ഉണ്ടാവാം, അല്ലെങ്കിൽ കാറ്ററാക്ട്, അല്ലെങ്കിൽ ഡെഫ്നെസ്. ഇത് മൂന്നും ശാസ്ത്രീയപരമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു എൻഡ് പീരിയഡിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, നിങ്ങളിത് ഒരിക്കലും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിൽ നിന്ന് മാറ്റി ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറെ 2 ഡോക്ടേഴ്സിനെ കൂടി മീറ്റ് ചെയ്തിരുന്നു. അവരും എന്നോട് പറഞ്ഞത് സെയിം റീസൺ തന്നെയാണ്. ഈ പ്രഗ്നൻസി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളൊരു അഡ്വൈസാണ് ഡോക്ടർ ഞങ്ങൾക്ക് തന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ആദ്യം ഡോക്ടറെ കാണുന്ന സമയത്ത് എൻ്റെ കൂടെ ഹസ്ബൻഡ് ഇല്ല, അദ്ദേഹം ഇല്ല എൻ്റെ കൂടെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനമൊന്നും പറയണ്ട, നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ച് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ച് വന്നാൽ മതി എന്നുള്ളൊരു ഉപദേശവും കൂടെ ഡോക്ടർ എനിക്ക് തന്നു. അപ്പോൾ അന്ന് എൻ്റെ കൂടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ എന്നോട് പറഞ്ഞത് കൂടുതൽ ചിന്തിക്കേണ്ട, ദൈവമാണത് നോക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഉപദേശമാണ് അമ്മ തന്നത്. തിരിച്ചു വന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ ഇല്ല, അബോർഷൻ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ഇല്ല എന്ന് നേരത്തെ
ഞങ്ങൾ രണ്ടുപേരും ആ വിശ്വാസത്തിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആ പ്രഗ്നൻസി തുടരാനാണ് താല്പര്യം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഡോക്ടർ ഞങ്ങളെ കൊണ്ട് സ്കാൻ ചെയ്യിക്കും. അതും പുറത്തുള്ള സ്കാൻസ് എടുക്കും, അതായത് ആ ഫീൽഡിൽ എക്സ്പേർട്ടൈസ് ഉള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഇതിനനുസരിച്ചാണെങ്കിൽ ഒരിക്കലും സ്കാനിൽ ഫിസിക്കൽ ഡിസബിലിറ്റി വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ കാറ്ററാക്റ്റോ ഡെഫ്നെസ്സോ ഒന്നും തന്നെയും അത്ര ഈസി ആയിട്ട് ഒരു സ്കാനിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മാസവും പോകുമ്പോഴും അവർ ഇതേ ഉപദേശമാണ് ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നത്. അപ്പോൾ ആ വർഷം തിരുവനന്തപുരത്ത് അനന്തപുരി കൺവെൻഷൻ, അത് ഞങ്ങൾ എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യും. ആ വർഷം വന്നത് കൊച്ചുമാത്യു അച്ഛനാണ് കോട്ടയിൽ നിന്ന്. ഞങ്ങൾ ഈ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അച്ഛനെ കാണാനായിട്ട് പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഫാദർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത്, ജനിക്കാൻ പോകുന്ന കുട്ടിയെ നിങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കണം, അത് മാത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക, മുടങ്ങാതെ റോസറി പറയണം, കൊന്ത ചൊല്ലണം. ഇതാണ് അച്ഛൻ ഞങ്ങൾക്ക് തന്ന ഉപദേശം. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിലും വേറൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്കഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് എൻ്റെ മദർ ഇൻ ലോയും ഒരു പീഡിയാട്രീഷ്യനാണ്. അമ്മയ്ക്ക് ആ വിശ്വാസത്തിൽ വളരെ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അമ്മയുടെ ഒരു വലിയൊരു സപ്പോർട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിസേറിയൻ ആയിരിക്കും എന്നുള്ളത് ഡോക്ടർ ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കില്ല, ഇതിനകം ഞങ്ങളെ കൊണ്ട് ഈ കുട്ടി റിസ്ക് ഉള്ള കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രഗ്നൻസി കൊണ്ടുപോകുന്നത്, ആശുപത്രിക്ക് ഒരിക്കലും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്ന് ഞങ്ങളെ കൊണ്ട് എഴുതി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് സിസേറിയന് വേണ്ടിയിട്ടൊരു ഡേറ്റ് ഞങ്ങൾക്ക് തന്നു. ആ ഡേറ്റ് എൻ്റെ തലേ ദിവസം പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം. അഡ്മിറ്റ് ആവുന്ന സമയത്ത് അനസ്തേഷ്യ അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള സർട്ടിഫിക്കേഷൻസ് വാങ്ങുന്ന സമയത്തും ഡോക്ടർ അവസാനമായിട്ട് പറഞ്ഞു, ഇന്നൊരു ദിവസം കൂടി നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു സമയമുണ്ട്, ഇനിയും വൈകിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണെന്നുള്ളത് ഡോക്ടർ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, നേരത്തെ ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അടുത്ത ദിവസം ജൂൺ 4-ാം തീയതിയാണ് മകൾ ജനിക്കുന്നത്. സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ഇരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് കേൾക്കുന്നുണ്ടോ, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ യാതൊരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ആ മോള് ആ കൊച്ച് രണ്ടാമത്തെ ആള്. വേറെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ. യെസ്, വെരി ഗുഡ്, പ്രൈസ് ദി ലോർഡ്. Yet another miracle child. പേരെന്താ മോളുടെ? എത്രയിലാ പഠിക്കുന്നേ? വെരി ഗുഡ്, മിടുക്കി കൊച്ചാട്ടോ. ശരിക്കും ചേട്ടൻ ഡോക്ടറാണല്ലോ, മെഡിക്കൽ സയൻസുമായിട്ട് ഇത്രയും അറിയാവുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഡോക്ടറിന്റെ റിയാക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് വൈഫിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയാമോ? ഞാൻ ഫസ്റ്റ് തിങ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പൂർണ്ണ വിശ്വാസം. പിന്നെ നമ്മളെ കാതലിക് ഇതനുസരിച്ച് അബോർഷൻ പാടില്ല എന്നുള്ളത് രണ്ടുമായിരുന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഇവരുടെ ഒരു ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ പ്രാക്ടിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ഡെപ്തിൽ നമുക്ക് ഡോക്ടർ സുമയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അവിടെ ടോജനും മീനും ഡോക്ടർ സുമയുമായിട്ട് ഇരിക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ ടു ദം. ഹായ് ടോജൻ. ഹായ് മീനു. ഹലോ മനു. ഹലോ എൽറിയ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സുമ ജിൽസൺ ആണ്, പീഡിയാട്രീഷ്യനാണ്, എറണാകുളത്ത് താമസിക്കുന്നു, 6 മക്കൾ. അപ്പം ഡോക്ടറെ മോസ്റ്റ് വെൽക്കം പ്രോഗ്രാം. ഞാനിപ്പോൾ ഒരു പ്രഗ്നൻ്റായ ലേഡിയെ ബേസ് ചെയ്ത് പറയാം. അപ്പോൾ ഒരുപാട് പേടിയുടെ ഒക്കെ കാലഘട്ടമാണ്. കുഞ്ഞ് എങ്ങനെയായിരിക്കും, എങ്ങനെ വരും. അപ്പോൾ അവർക്ക് ഒരു ബോധ്യമില്ല എന്ന് ഞാൻ പറയാനല്ല, ദൈവം അറിയാതെ അമ്മയ്ക്കും ആ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്നൊരു ബോധ്യം പലർക്കും ഇച്ചിരി കുറവാണ്, ആ ഒരു ബോധ്യം. അപ്പോൾ അതിനെപ്പറ്റി, ഈ ഒരു വിഷയത്തിനെ പറ്റി എന്താ ഡോക്ടറിന് പറയാനുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഗർഭിണികളെയും നമ്മൾ മിനിമം ഒരു 3 സ്കാനിങ്ങിനെങ്കിലും വിധേയമാക്കിയിട്ടാണ് പ്രസവത്തിലേക്ക് നയിക്കാറ്.
പണ്ടത്തെ കാലത്ത് ഇത്രയും സ്കാനിങ് ഫെസിലിറ്റീസ് ഒന്നും ഹോസ്പിറ്റലുകളിലില്ല, പിന്നെ പേരൻസും അത്രയും ബോധേഡായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അത് ഞങ്ങൾ രോഗികളോട് പറയും, അല്ലെങ്കിൽ അമ്മമാരോട് പറയും. അപ്പോൾ അമ്മമാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത സ്കാനിങ് ആകുമ്പോഴത്തേക്ക് അടുത്ത സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ചോദിക്കുന്നു, ആ ദിവസം വരുന്നു, വീണ്ടും സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യം കണ്ട പ്രശ്നം മാറിയോ ഇല്ലയോ ഭയങ്കര ടെൻഷനായിരിക്കും. ഒരു ഘോഷയാത്രയായിരിക്കും. സ്കാനിങ് അടുത്തതിന് അവർ ഇങ്ങോട്ട് തന്നെ ചോദിക്കും. ഇപ്പോൾ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്തു, എന്തെങ്കിലും പ്രശ്നം കണ്ടെങ്കിൽ അവർ അടുത്ത സ്കാനിങ് 5-ാം മാസം വേണം. അപ്പോൾ ആ സ്കാനിങ്ങിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നമുണ്ടോ, ഈ പ്രശ്നം മാറിയോ, ഇങ്ങനെയുള്ള അനവധി ടെൻഷൻസുമായിട്ടായിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും സ്കാനിങ്ങിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റ് അവരോട് പറഞ്ഞു കൊടുക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഡെലിവറിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ രോഗികളും വീട്ടുകാരും എല്ലാം ഡോക്ടർമാർക്കെതിരെ തിരിയും. അതുകൊണ്ട് ഡോക്ടേഴ്സ് എന്തെങ്കിലും അപാകതകൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പേരൻസിനെ ബോധ്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഡോക്ടേഴ്സ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പലരും അത് ടെൻഷനിലേക്ക് അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലേക്കാണ് പലപ്പോഴും കടന്നു പോകാറ്. കാരണം പല ഗർഭിണികൾക്കും ദൈവത്തിൽ ആശ്രയമോ അല്ലെങ്കിൽ ആ ദൈവവിശ്വാസമോ ചിലപ്പോൾ കാണുകയില്ല. പിന്നെ ഡോക്ടേഴ്സൊക്കെ ചിലപ്പം മാരകമായ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഗർഭഛിദ്രം ചെയ്ത് ആ കുഞ്ഞിനെ ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും അവരെ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു സെൻറ്ററിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ കണ്ടുപിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ അടുത്ത സ്കാനിങ്ങിന് അവർ അടുത്ത ഹോസ്പിറ്റലിൽ പോവും. അവിടെ നിന്നും എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിച്ചാൽ അവരോട് ആ ഡോക്ടറും അബോർഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് കുഴപ്പമുണ്ട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും കൂടുതലും അബോർഷൻ ചെയ്തു പോകും. കാരണം വീട്ടുകാരും ചിലപ്പോൾ അവരെ അതിലേക്ക് നിർബന്ധിക്കും. കാരണം കുഴപ്പമുള്ള ഒരു കുഞ്ഞിനെ വളർത്തുക നമ്മൾ ബുദ്ധിമുട്ടാണ്. അതിന് പ്രത്യേകം ദൈവകൃപ വേണം. പ്രശ്നമുള്ള കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. ഇനി അങ്ങനെ ഒരു കുഞ്ഞ് പ്രസവിച്ച് നമ്മൾ വളർത്താൻ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അത് ദൈവാശ്രയത്വവും ദൈവവിശ്വാസവും ഇല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വീട്ടുകാർക്കും അത്രയും ദൈവാശ്രയത്വമൊന്നും ഇല്ലെങ്കിൽ അവരും ഈ കുഞ്ഞിനെ വേണ്ട, നമുക്ക് അടുത്ത നോർമലായിട്ട് നല്ല കുഞ്ഞ് ജനിക്കാവുകൊണ്ട് ഈ കുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട്. ചിലപ്പം ചില കേസസ് കേൾക്കാറുണ്ട്, ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പം പ്രശ്നം കണ്ടിട്ടും ചില പേരൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ ഒരു പ്രശ്നവും കാണാത്ത ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞായിരിക്കും ചിലപ്പോൾ, അല്ലേ? അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള കേസ് ചിലപ്പോൾ അടുത്ത സ്കാനിങ്ങിൽ നോർമലാകാം. ഇനിയും കൂടുതൽ മാരകമായ പ്രശ്നങ്ങൾ നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ പോലും ചിലപ്പം ഡെലിവറി വരുമ്പോൾ ചിലപ്പം കുഞ്ഞിന് വലിയ പ്രശ്നങ്ങൾ കാണണം എന്നില്ല. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഈ 5 മാസമായപ്പോൾ കുട്ടിയുടെ കഴുത്തിൻ്റെ പുറകിലത്തെ തൊലി അതിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. അതുകൊണ്ട് ഡൗൺ സിൻഡ്രോം മംഗോളിസം ആണോ എന്ന് സംശയിച്ച് ട്രിപ്പിൾ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിലും പോസിറ്റീവാണെന്ന് കണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്ന് വിഷമിച്ച് പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഡെലിവറി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണാൻ ഇട വന്നിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ലാത്ത നോർമലായിട്ടുള്ള ജനിതകമായ പ്രശ്നങ്ങളില്ലാത്തത്. അപ്പോൾ അവരൊത്തിരി പ്രാർത്ഥനയിലും ദൈവ ആശ്രയത്വത്തിലും കടന്നു പോകുന്നതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തമ്പുരാൻ പലരെയും നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ 5-6 എപ്പിസോഡ് അഭിഷേകാഗ്നി കണ്ടിരുന്നു, അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ പ്രത്യാശ ലഭിച്ചു, അങ്ങനെ ആ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടുള്ള കൃപ ദൈവം തന്നു. അപൂർവം ചിലർക്ക് വൈകല്യമുള്ള കുഞ്ഞ് തന്നെയായിരിക്കും ജനിക്കുമ്പം ഉണ്ടാകുന്നത്. പക്ഷെ അവരെ വളർത്താനുള്ള കൃപ അവർ ആ ഗർഭാവസ്ഥയിൽ തന്നെ തമ്പുരാനിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിരിക്കും. ആ കുഞ്ഞുങ്ങളെ അവർ ദൈവത്തിൻ്റെ പ്രത്യേക സമ്മാനമായിട്ട് കരുതി, അത് കൃപയുടെ ഒരു മുകളമായിട്ട് കരുതി അവർ വളർത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. വൈകല്യമുള്ള കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള കൃപ, കാരണം ദൈവം അങ്ങനെയുള്ള കൃപ സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ തമ്പുരാൻ കൂടുതൽ സ്നേഹിക്കുന്ന ദമ്പതികൾക്കാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള ആ കൃപ കൊടുക്കുന്നത്. അവരുടെ ഗർഭാവസ്ഥയിൽ ഈ കുഞ്ഞിനെ കൊടുത്താലും അവർ നശിപ്പിക്കില്ല, അനേകർക്കത് സാക്ഷ്യമാകും എന്നുറപ്പുള്ള ദമ്പതികൾ അതിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കും, അവരെ വളർത്തും. അത് നമുക്ക് അവരപ്പോഴും ദൈവത്തെ സ്തുതിക്കും. തമ്പുരാൻ ദുഃഖത്തിൻ്റെ പാനപാത്രം തന്നാലും തമ്പുരാനെ സ്തുതിക്കും എന്ന് ഇന്ന് ഏറ്റുപറയുന്ന അനേകം ദമ്പതികളെ നമ്മൾ കാണാറുണ്ട്. ഡോക്ടർ, ഈ സ്കാനിങ് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇവർ പോകുമ്പോൾ സ്കാനിങ് വേണമെന്ന് പറയുമ്പോൾ അവരെന്തായാലും സ്കാൻ ചെയ്യും. കാര്യം ഇത്ര ടെൻഷൻ ഉണ്ടാക്കുന്നെങ്കിലും അതിനൊരു പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ടെന്നാണ് എനിക്കൊരു തോന്നൽ. അതായത് സ്കാനിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ്. കാരണം നമ്മുടെ കാലഘട്ടങ്ങളിൽ
ചില അസുഖങ്ങളൊക്കെ നേരത്തെ അറിയാൻ സാധിക്കുന്നു. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഉടനെ കൊടുക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞിന് ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നുള്ള രോഗമുണ്ടെന്ന് കരുതുക. അപ്പോൾ 4-5 മാസം ആകുമ്പോൾ തന്നെ സ്കാനിങ്ങിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കുട്ടീനെ നമ്മൾ പ്രസവിക്കേണ്ടത് നല്ലൊരു സെൻറ്ററിൽ, ഇതിന് സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററിൽ, അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമേ അതിനെ പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞിനെ NICയിലേക്ക് മാറ്റി കുഞ്ഞിന് വേണ്ട പരിചരണം കൊടുത്ത് കുഞ്ഞിന് വേണ്ട സർജറി കറക്റ്റായിട്ട് ചെയ്ത് ആ കുഞ്ഞിനെ നമുക്ക് ജീവൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. ചിലതരം ഹാർട്ട് ഡിസീസൊക്കെ വരുന്നത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി കഴിയുമ്പം തന്നെ ചികിത്സിച്ച് അതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ മുച്ചുണ്ട്, മുക്കറി അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഗർഭാവസ്ഥയിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വൈകല്യം കണ്ട് അമ്മമാരുടെ മനസ്സിടിയും. അപ്പോൾ ആ സമയങ്ങളിലും അവർക്ക് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈകല്യമുള്ള കുഞ്ഞിനെയും ഈശോയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് ഈ സ്കാനിങ് അവരെ പലപ്പോഴും സഹായിക്കും. ഇപ്പോൾ എല്ലാവരും തന്നെ സ്വാഭാവികമാണ് അവർ ടെൻഷൻ വരിക ഇതൊക്കെ. അങ്ങനെ കടന്നു പോകുന്നവർക്ക് വേണ്ടി എന്താ കുറച്ച് ടിപ്സായിട്ട് പറയാനുള്ളത് അവരോട്? ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ടേ ഉള്ളൂ ഇത്രയും സ്കാനിങ് ഒക്കെ വ്യാപകമായിട്ട്. പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ സ്കാനിങ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ചില അനോമലീസ് പ്രശ്നങ്ങളൊക്കെ പ്രസവത്തോടെയായിരുന്നു അറിയാൻ സാധിച്ചിരുന്നത്. ഇന്ന് നേരത്തെ അറിയാൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണണം. പിന്നെ അന്നത്തെ അമ്മച്ചിമാർക്ക് ധാരാളം പണികളുണ്ടായിരുന്നു വീട്ടിൽ. നമ്മുടെ ഇന്നത്തെ പോലെ ഗ്യാസ് ഇല്ല, പിന്നെ വിറകടുപ്പായിരിക്കും. ശാരീരികമായി കുറേയേറെ അധ്വാനം അന്ന് വേണ്ടി വന്നിരുന്നു. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് ശാരീരികമായ അധ്വാനം വളരെ കുറവാണ്. പക്ഷേ മാനസികമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള സ്കാൻ റിപ്പോർട്ടിലെ ഓരോ റിസൾട്ട്സും കണ്ട് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവർ മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ തമ്പുരാനോട് ചേർന്ന് നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഉദരത്തിൽ ഉരുവാക്കിയത് ദൈവം അറിയാതെയല്ല, കർത്താവ് ഉരുവാക്കിയ നിമിഷം മുതൽ കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനോഹരമായിട്ട് ആ ഗർഭാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഒരു ഗർഭാവസ്ഥയിലെ കാര്യം. എൻ്റെ 6ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ ആ കുഞ്ഞിൻ്റെ 5ാം മാസത്തെ സ്കാനിങ്ങിൽ സിംഗിൾ അംബിലിക്കൽ ആർട്ടറി, കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടിയിലെ 2 ആർട്ടറി വേണ്ടിടത്ത് 1 ആർട്ടറിയേ ഉള്ളൂ എന്നാണ് സ്കാൻ റിപ്പോർട്ട് ലഭിച്ചത്. ഞാനൊരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ പോയി ഒന്നുകൂടി സ്കാൻ ചെയ്തു. അപ്പോൾ അത് ഡബിൾ അംബിലിക്കൽ ആർട്ടറി എന്ന് കാണാനായിട്ട് സാധിച്ചു. ഈ സിംഗിൾ അംബിലിക്കൽ ആർട്ടറി ഉണ്ടെങ്കിൽ കുഞ്ഞിന് കുറേ പ്രശ്നങ്ങൾക്ക് ചാൻസ് ഉള്ളതാണ്. പക്ഷേ 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സ്കാനിങ്ങിൽ തമ്പുരാൻ ആ റിപ്പോർട്ട് മാറ്റി തന്നു. വളരെ അത്ഭുതകരമായിട്ട് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കും ഒരു അമ്മ എന്ന നിലയ്ക്കും പീഡിയാട്രിഷ്യൻ എന്നുള്ള നിലയ്ക്കും ദൈവത്തിൻ്റെ ആ ഒരു സ്പർശം എൻ്റെ മക്കൾക്ക് ലഭിച്ചതിന് ഞാൻ എന്നും ദൈവത്തോട് നന്ദിയുള്ളവളാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഉദരത്തിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ, ഈ ഒരു സമയത്തൊക്കെ കുഞ്ഞിനെ ഏത് അവസ്ഥയിലും സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കടന്നുപോയിട്ടുണ്ടാവും, എല്ലാ പ്രഗ്നന്റ് ലേഡീസ് ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടുണ്ടാവും. അവരോട് എല്ലാവരോടും പറയാനുള്ളത്, ആരും പേടിക്കേണ്ട, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം എല്ലാം കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം അത് വലിയൊരു എക്സാമ്പിൾ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഡോക്ടർ പങ്കുവച്ചു. അപ്പം താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു എവരിവൺ. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു തോജൻ ആൻഡ് മീനു. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ അമ്മമാര് അല്ലെങ്കിൽ ഇങ്ങനത്തെ പേരൻസിനെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അബോർഷനെതിരെ നല്ലൊരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കാനും ദൈവഹിതത്തിന് വേണ്ടി നിൽക്കാനുമാണ് ഇന്ന് ലോകം ഈ ഒരു തിന്മയ്ക്കെതിരെ ശക്തമായി ഇപ്പുറത്ത് പോരാടുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ പ്രോ ലൈഫേഴ്സ് ഇവിടെ നിൽക്കേണ്ടതായിട്ട് വളരെ ആവശ്യകത ഞാൻ കാണുന്നു. ഇന്നത്തെ ഒരു സമൂഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്താണെങ്കിലും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും കാത്തലിക് ചേർച്ച് എന്താ പറയണം എന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ജെർനച്ചൻ പറയാനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജെർനച്ചനിലേക്ക് നമുക്ക് പോവാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വീണ്ടും പ്രസവകാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ, ഗർഭകാലത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗർഭകാലത്ത് അമ്മയ്ക്കും കുഞ്ഞിനും
ദൈവം അറിയാതെ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള വലിയ ഉറപ്പിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രമൊക്കെ ഒത്തിരി വളർന്നിരിക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം സ്കാനിങ്ങും ടെസ്റ്റിങ്ങും പോയി തിരിച്ചു വരുമ്പോൾ എത്രമാത്രം ഭാരത്തോടെയാണ് പലപ്പോഴും ദമ്പതികൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഈ ടെസ്റ്റിൽ ഇന്ന പ്രശ്നമുണ്ട്, ഈ ഇന്ന കുഴപ്പങ്ങളുണ്ട്, അബോർട്ട് ചെയ്യപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയിരിക്കുക, കർത്താവിലുള്ള വിശ്വാസം, അഗാധമായ കറതീർന്ന വിശ്വാസം, അതാണ് നിങ്ങളുടെ ക്വാളിറ്റിയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ അൾട്ടിമേറ്റ്ലി ഉറപ്പിച്ചെടുത്താൻ പോകുന്ന കാര്യം. അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടതും, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം എന്ത് സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന വലിയ ഉറപ്പുണ്ടല്ലോ, കുഞ്ഞിന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ, കുഞ്ഞിന് കൊടുക്കുന്ന ഒരു വാം വെൽക്കം ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇപ്പോൾ നമ്മുടെ തന്നെ മുമ്പിലിരിക്കുന്ന ഈ കുടുംബം, ഈ കുഞ്ഞ്, എത്ര സുന്ദരിയായി കൊച്ചുമോകൾ ഈ ഭൂമിയിലേക്ക് വരാൻ കാര്യം എന്താ? വൈദ്യശാസ്ത്രം വേണ്ടെന്ന് പറഞ്ഞപ്പോഴും അപ്പനും അമ്മയ്ക്കും ദൈവത്തിലുള്ള വിശ്വാസത്തിന് ദൈവം കൊടുത്ത സമ്മാനമാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞ് തന്നെയാണ് ഈ എപ്പിസോഡിൻ്റെ ഉത്തരവും. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, വിശ്വാസം നിനക്ക് നന്മയ്ക്കായി ഭവിക്കും. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, നിങ്ങൾ ചുറ്റുപാട് നടന്ന എല്ലാവരുടെ ഒപ്പീനിയൻ എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ ദൈവത്തിൻ്റെ ഒപ്പീനിയൻ എടുക്കുക. ഉടയവനോട് പോയി ഒപ്പീനിയൻ എടുക്കുക. അവനോട് ചോദിക്കാദ്യം, അവൻ്റെ ഒപ്പം ഇരിക്കുക. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവനോടൊപ്പം ഇരുന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് പറ്റാത്ത, പിന്നീട് ഒരിക്കലും കുറ്റബോധം വിചാരിക്കേണ്ടി വരാത്ത നല്ല തീരുമാനം എടുക്കാൻ പറ്റും. കാരണം പലപ്പോഴും നമ്മുടെ കൗൺസിലിംഗ് റൂമിലൊക്കെ വരുന്ന അബോർഷനൊക്കെ നടത്തിയിട്ട് 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം, ഞാൻ 70, 80 വയസ്സ് കഴിഞ്ഞവർ പോലും ആ വേദനയോടെ ഇപ്പോഴും വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു കുറ്റബോധം കാണണമെന്ന് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, കുറ്റബോധം ഒഴിവാക്കാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിലിരുന്ന് തീരുമാനം എടുക്കുക. നമ്മൾക്ക് തെറ്റ് പറ്റാതിരിക്കട്ടെ. കാരണം നമ്മുടെ അപ്പൻ നമുക്ക് മോശമായൊന്നും തരത്തില്ലല്ലോ. തിരുവചനം പറയുന്നില്ലേ, നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ പാൽ ചോദിക്കുമ്പോൾ വിഷം കൊടുക്കുമോ, അപ്പൻ ചോദിക്കുമ്പോൾ തേളിനെ കൊടുക്കുമോ? നിങ്ങൾ ഭൂമിയിലുള്ള മാതാപിതാക്കൾ ഇത്രയും മനോഹരമായിട്ട് നോക്കി നടത്താൻ അറിയാമെങ്കിൽ സ്വർഗത്തിലായിരിക്കുന്ന നിങ്ങളുടെ അപ്പന് എത്രയോ വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന് തിരുവചനം പറയുന്നില്ലേ. നമ്മുടെ അപ്പന് തെറ്റ് പറ്റുമോ? അപ്പം മോശമായ എന്തെങ്കിലും നമുക്ക് കുടുംബത്തിലേക്ക് തരുമോ, മക്കൾക്ക് തരുമോ? ഇല്ല. വിശ്വാസം, പ്രത്യാശ, അതിൽ നിന്ന് ഉയരേണ്ടതാണ് യഥാർത്ഥ കുടുംബവും. നമ്മൾ ഈ കണ്ടതെല്ലാം, ഈ അനുഭവങ്ങൾ കേട്ടതെല്ലാം അത്ഭുതങ്ങളെപ്പറ്റി തന്നെയായിരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ കൊല്ലണമെന്ന് പറഞ്ഞിട്ടും അബോർഷൻ എന്ന് പറഞ്ഞിട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് കർത്താവ് അത്ഭുതം കാണിച്ചത്. പക്ഷേ എല്ലാ കാര്യങ്ങളും അത്ഭുതം സംഭവിക്കുന്നില്ലല്ലോ. അബ്നോർമൽ ആണെന്ന് സ്കാനിങ്ങിൽ കാണിച്ചു, ജനിച്ചപ്പോഴും കുട്ടി അബ്നോർമൽ തന്നെ. നോർമലാണെന്ന് സ്കാനിങ്ങിൽ കാണിച്ചു, ജനിച്ചപ്പോൾ കുട്ടി അബ്നോർമൽ. ഇതൊക്കെ പല കേസുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ആശ്വാസം എന്താ? ശരിക്കും ഇതൊരു വലിയൊരു മാനസികാവസ്ഥയുടെ സമയമാണ്. ഒത്തിരി വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഫെയ്ത്ത് ക്രൈസിസ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പലപ്പോഴും എവിടെയാണ് ദൈവം, എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്ന വലിയൊരു നിമിഷമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ അബോർഷനെ പോലുള്ള കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കുഞ്ഞിനെ നശിപ്പിക്കാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ പോവുക പോലും ചെയ്യുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ചോദ്യം ചെയ്യും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുള്ള ചോദ്യമാണല്ലോ, വട്ടായലച്ഛനും ഡൊമിനിക് അച്ഛനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്തിനാ അവരെയൊക്കെ ധ്യാനകേന്ദ്രം നടത്തിക്കുന്നതിന് പകരം അവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തിയാൽ പോരെ, അവർക്ക് എപ്പിഡമിയൊക്കെ അല്ലെങ്കിൽ പകർച്ചവ്യാധിയൊക്കെ തടഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വിവരക്കേടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഇവർ അറിവില്ലായ്മ കൊണ്ടും അഹന്ത കൊണ്ടും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അവർ മനസ്സിലാക്കാതെ പോകുന്ന ദൈവത്തെയാണ്. ദൈവം ആരാണെന്ന് അറിവില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ദൈവം അത്ഭുതം നടത്തുന്നവൻ മാത്രമാണോ? അങ്ങനെയെങ്കിൽ ഈശോയെ കുരിശ് മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പിതാവായ ദൈവത്തിൻ്റെ കരമെന്താ കുറുകിപ്പോയോ? അവൻ രക്ഷിക്കാൻ എന്താ കഴിവില്ലാതിരുന്നോ? അല്ലല്ലോ. എല്ലാം അത്ഭുതങ്ങളുടെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ പലസ്തീനയിലുള്ള എല്ലാ രോഗികളെയും അവൻ സുഖപ്പെടുത്തിയെന്ന് പറയുന്നില്ലല്ലോ. എല്ലാവർക്കും അവൻ സൗഖ്യം കൊടുത്തെന്ന് പറയുന്നില്ലല്ലോ. അത് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനും ചില അടയാളങ്ങൾ ഈ ഭൂമിയിൽ വരുത്തി തീർക്കാനും വേണ്ടി മാത്രമാണ് അത്ഭുതങ്ങൾ. പക്ഷേ അത്ഭുതങ്ങളില്ലാത്ത, സാധാരണ ജനിച്ചു വീഴുന്ന, ബുദ്ധിമുട്ടുകളുള്ള അബ്നോർമാലിറ്റീസ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ദിവസങ്ങളിൽ ഒരു യുവ പുരോഹിതൻ ഒരു വീട്ടിൽ കുമ്പസാരം കേൾക്കാനും കുർബാന കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആ വീട്ടിലേക്ക് 3 ബെഡ് കിടപ്പുണ്ട് വീടിൻ്റെ ആദ്യത്തെ മുറിയിൽ തന്നെ. ഒരു ബെഡിൽ ഒരപ്പൻ തളർന്നു കിടക്കുന്നു, മറ്റേ ബെഡിൽ അബ്നോർമലായി ജനിച്ചൊരു കുഞ്ഞ് കിടക്കുന്നു, മറ്റേ ബെഡിൽ തളർന്നു കിടക്കുന്ന മറ്റൊരു കുഞ്ഞ്. 3 പേര്. വളരെ സന്തോഷവതിയായ ഒരു അമ്മയും. അമ്മ പറയുകയാണ്, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചും ഒരുങ്ങിയാണ് ആദ്യത്തെ കുഞ്ഞിന് വേണ്ടി ഞാനും ഭർത്താവ് ഒരുങ്ങിയത്. ആദ്യത്തെ കുഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുകളോടെ ജനിച്ചു, തളർന്നാണ് ജനിച്ചു വന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഒരു വിശ്വാസ ക്രൈസിസ് ഒക്കെ വന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചും കർത്താവിൽ ഉറപ്പിച്ചും കർത്താവ് സമ്മാനം എന്ന് കരുതി മുമ്പോട്ട് പോയി. കുറച്ച് നാളിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞ് വന്നു. രണ്ടാമത്തെ കുഞ്ഞിനും അതേ അസുഖം. കുഞ്ഞിന് തളർന്നാണ് ജനിച്ചു വീണത്. അത് കണ്ട് എൻ്റെ ഭർത്താവ് വീണ് പോയതാണ്. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഭർത്താവും തളർന്നു പോയി. പക്ഷേ
എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ നിധികളാണ് ഈ 3 കിടക്കുന്നത്. എൻ്റെ 3 മാലാഖമാരാണ് അച്ഛാ ഈ കിടക്കുന്നത്. ഇവരാണ് എന്നെ എഴുന്നേറ്റ് നിൽക്കാൻ ശക്തി നൽകുന്നത്. ഇവരുടെ പ്രാർത്ഥനയാണ് ഓരോ ദിവസവും എന്നെ പ്രത്യാശയോടെ മുൻപോട്ട് പോകുന്നത്. ഞാൻ ഒട്ടും നിരാശയല്ല, ഞാൻ സന്തോഷവതിയും പ്രത്യാശവതിയുമാണ്. കാരണം ഈ 3 മാലാഖമാർ എനിക്ക് ചുറ്റും നിന്ന് എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് അത്ഭുതം. ഈ വിശ്വാസത്തിൻ്റെ പേരാണ് അത്ഭുതം. നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതും നേദിക്കേണ്ടതും. വലിയ അത്ഭുതങ്ങൾക്ക് അപ്പുറം ഇതാണ് ശരിക്കും ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം. ഇതാണ് ഉത്തരവും. തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കുറവുകളുടെ വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബത്തിന്, എൻ്റെ ജീവിതത്തിന് വലിയ നിറവും വലിയ സമാധാനവും വലിയ വിജയവും നൽകുവാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അവസാനമായി ഇതിൻ്റെ മറ്റൊരു ഭാഗങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ ചേച്ചി, എൻ്റെ മൂത്ത സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ് രണ്ടാമത്തെ ചേച്ചി. അവളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അവളുടെ കല്യാണം. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ അവൾ ഗർഭവതിയായെന്ന് കേട്ടു. ഞങ്ങളുടെ തലമുറയിലേക്ക് വരുന്ന ആദ്യത്തെ കുഞ്ഞാണ്. ഞങ്ങളെല്ലാം സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തോരോ കുർബാനകൾ ഞാൻ അവൾക്ക് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിന് വരാൻ വേണ്ടി. ഒടുക്കം ആ കുഞ്ഞ് വന്നു, ഒരു പെൺകുട്ടിയായിരുന്നു, അൽഫോൺസ എന്നായിരുന്നു അവളുടെ പേര്. വളരെ ക്യൂട്ടായൊരു കൊച്ച്. ഉണ്ടായി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഭയങ്കര അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കൊച്ചു ജനിച്ചത് ഡൗൺ സിൻഡ്രോത്തോടെയാണ്, ഹാർട്ടിന് പ്രശ്നമുണ്ട്, അത്ര ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. എൻ്റെ ചേച്ചി നഴ്സായിരുന്നോട് ചേച്ചിക്ക് ഇത് മനസ്സിലായില്ല. ഒരു ടെസ്റ്റിലും ഇതൊന്നും കാണിച്ചുമില്ലായിരുന്നില്ല. പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഉത്തരം ജീവിക്കരുത്. എങ്കിലും ഇവർ പോകാത്ത പള്ളികളില്ല, കൂടാത്ത ധ്യാനങ്ങളില്ല. അവസാനം എല്ലാ പ്രാർത്ഥനയും വിശ്വാസം അർപ്പിച്ച് ഒരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ 2 ദിവസത്തിൽ കുഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ അളിയനും ചേച്ചിയും കടന്നുപോയ ഞങ്ങളെല്ലാവരും കടന്നുപോയി. വലിയ ഫെയ്ത്ത് ക്രൈസിസിലൂടെ കടന്നുപോയി. ഈ പ്രാർത്ഥിച്ചിട്ട് ദൈവം എവിടെ, കർത്താവ് എന്താ ചെയ്ത്? പക്ഷേ ഗ്രാജുവലായിട്ട് വീണ്ടും ഞങ്ങളെല്ലാം റിക്കവർ ചെയ്തു, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചു, മുൻപോട്ട് പോയി. പക്ഷേ അടുത്തൊരു കുഞ്ഞിനെ കൺസീവ് ചെയ്യാനായിട്ട് ഇവർക്ക് പേടിയായിരുന്നു. അടുത്തൊരു കുഞ്ഞിനെ ചിന്തിക്കുമ്പോഴേ ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് ചോദിക്കാൻ പോലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അവരോട്, എന്താ കുഞ്ഞില്ലാത്തപ്പോൾ. കാരണം വൈദ്യശാസ്ത്രം പറഞ്ഞ് ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണല്ലോ. 6-7 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അടുത്ത കുഞ്ഞ് വരുന്നത്. അവൾക്കിപ്പോൾ 8 വയസ്സ് 9 വയസ്സാകാറായി. ഒരു കുഴപ്പമില്ലാത്ത നല്ല സുന്ദരിയായ നല്ല ചുറുചുറുക്കോടെ ഓടി നടക്കുക. അവൾ ഞങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ വലിയ സന്തോഷത്തിനും ആനന്ദത്തിനും ദൈവ സ്വീകാര്യതയ്ക്കും കാരണമായി തീർന്നു. വീണ്ടും കുറേ നാൾക്ക് ശേഷം ഒരു 5-6 വർഷം ശേഷം അടുത്ത കുഞ്ഞാവ് വരുന്നത്. ഇപ്പോൾ അവൻ 1 വയസ്സാവുന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, സുന്ദരനായ കുട്ടി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്നവർക്കുള്ള മറുപടിയും കൂടി ഇതല്ല. കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ വലതുകരം വിശ്വസിക്കുന്നവൻ്റെയോടൊപ്പം എന്നുമുണ്ട്. അവൻ മരണത്തിന് താഴ്വരയിൽ കൂടെ നടന്നുപോൽ നീ ഭയപ്പെടേണ്ടതില്ല. കാരണം നീ പുറകെ പോകുന്നത് നിന്റെ നല്ലിടേൻ്റെ വഴിയാണ്. അവൻ നിന്നെ കരുതിക്കൊള്ളും. മരണത്തിന് താഴ്വരയിൽ കടന്നു പോയാലും, നാണക്കേട് താഴ്വരയിൽ കടന്നു പോയാലും, ടെൻഷൻ്റെയും ആധിയുടെയും നിരാശയുടെ താഴ്വരയിൽ കടന്നു പോയാലും നീ പോകുന്നത് നിന്റെ ഇടയൻ്റെ പിറകെയാണ്. അവൻ വഴി കാണിച്ചു തരും. അതാണ് നമ്മുടെ വിശ്വാസം. ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്താൽ നിറയാൻ വേണ്ടി മാത്രം. വിശ്വാസം അത് തന്നെയാണല്ല. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ കുടുംബം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കട്ടെ. പ്രത്യേകിച്ച് ഏതെങ്കിലും ആദിയിലൂടെയും വ്യാധിയിലൂടെ കടന്നു പോകുന്ന ഗർഭവതികളായ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊക്കെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ കരമൊക്കെ ഉത്തരത്തിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ നിമിഷം മൊത്തത്തിൽ അവരെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് വലിയ അത്ഭുതം നടക്കുകയാണ്. തമ്പുരാൻ്റെ വലിയൊരു തുടൽ നടക്കുകയാണ്. തമ്പുരാൻ്റെ വലിയ സൗഖ്യം നടക്കുകയാണ്. തമ്പുരാൻ വിശ്വാസം ഇരട്ടിച്ചു തരുന്ന മണിക്കൂറുകളാണത്. വലിയ വലിയ വിടുതലിൻ്റെയും വലിയ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ മണിക്കൂറുകൾ. തമ്പുരാൻ ഇടപെടട്ടെ. എല്ലാ കുടുംബങ്ങളിലും വന്ന് ഇടപെടട്ടെ. തമ്പുരാനെ, നീ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇത് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിന്നിൽ മാത്രമായിട്ട് ഞങ്ങളുടെ പ്രത്യാശ ഉണർത്തണമേ. എല്ലാ ആശങ്കകളും പ്രലോഭനങ്ങളും, പ്രത്യേകിച്ച് അപോഷപ്പെട്ടേക്ക് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ നിമിഷം തന്നെ സാത്താൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. സാത്താൻ്റെ നോട്ടങ്ങൾ മാറിപ്പോട്ടെ. അവനെ ഒരിക്കലും ഇടം കൊടുക്കാനാവാത്ത വിധം സ്വർഗത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊണ്ട് കോട്ട കിട്ടി ഞങ്ങളുടെ കുടുംബത്തെ നീ നോക്കണമേ കർത്താവേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഒത്തിരി യാതനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഗർഭാവസ്ഥയിൽ കടന്നുപോയ അമ്മേ, എല്ലാ സ്ത്രീയുടെയും നോവ് നിനക്കറിയാമല്ലോ. അമ്മേ, കരുണയോടെ നോക്കി സംരക്ഷണം കൊടുക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു അച്ഛാ. ഇന്ന് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ചലഞ്ചിങ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ്. ശരിക്കും മോളുടെ ഒക്കെ ഈ ഒരു കഥ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ശരിക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു, ടച്ചിങ്ങും ആയിരുന്നു.
ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ ദൈവഹിത പ്രകാരം ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ക്വയറീസോ സജഷൻസോ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ നമ്പറുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു.